തങ്ങൾ മഹാനവറുകളെ, ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും ബഹുമാനപ്പെട്ട ഉസ്താദ് ഒളവണ്ണ അബൂബക്കർ ദാരിമി, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ത്വാഹ യമാനി, നമ്മുടെ അൽബിർ സംവിധാനങ്ങളുടെ അമരക്കാരൻ, അതിൻ്റെ MD പ്രിയപ്പെട്ട മുഹമ്മദ് സാർ അവറുകൾ, മറ്റു പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ഉറൂസിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം ഒരുമിച്ച് കൂടിയതുപോലെ ഇപ്രാവശ്യവും ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി. അൽഹംദുലില്ലാ. നേരത്തെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ 10,000-കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ സിയാറത്ത് ചെയ്യാൻ, ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്യാൻ എല്ലാ ദിവസവും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ ഉറൂസിനോടനുബന്ധിച്ച് രാവും പകലും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ കൊച്ചു കേരളത്തിലും കേരളത്തിന് പുറത്തും നിലനിർത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം, ആ കാലഘട്ടമായിരുന്നു ഷെയ്ഖുന ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെയും കാലഘട്ടം എന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമസ്തയുടെ ആദ്യ കാലഘട്ടങ്ങൾ വളരെ പ്രയാസകരമായ, സ്വാഭാവികമായി ഒരു പ്രസ്ഥാനം എന്ത് ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടുവോ ആ ലക്ഷ്യം ഇവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള പടയോട്ടം, പ്രബോധന പ്രവർത്തനങ്ങൾ, ആദർശ പോരാട്ടങ്ങൾ, അതാണ് സമസ്തയുടെ ചരിത്രം. 1925, 26 കാലഘട്ടങ്ങളിൽ സമസ്ത രൂപീകരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? കേവലം പൊതുവായ ഒരു ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയല്ല. ഇന്ന് പല ആളുകളും ആഗ്രഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രബോധന മേഖല ഒരു പൊതുവായ ഇസ്ലാമിക ദഅവത്തിൻ്റെ മേഖലയായി മാറണം. എല്ലാവരെയും സുഖിപ്പിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, എല്ലാവരുടെ കൂടെയും തോളിൽ കൈയിട്ട് നടക്കുന്ന, എല്ലാവരുടെയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ദഅവത്ത്. അങ്ങനെ ഒരു പൊതു ഇസ്ലാമിക ദഅവത്ത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ദഅവത്ത് ചെയ്യാൻ പഠിപ്പിച്ച ഇസ്ലാം അത് മഹാന്മാരുടെ വഴിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ദഅവത്ത് നടത്താൻ പഠിപ്പിച്ച ഇസ്ലാം അത് മഹാന്മാരുടെ വഴിയാണ്. അല്ലാതെ മതത്തിനകത്ത് രൂപപ്പെടുത്തുന്ന യുക്തിവാദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില വഴികളല്ല. ഇന്ന് പുതിയ ഇസ്ലാമിക ദഅവത്ത് എന്ന് പറഞ്ഞ പല ആളുകളും ആഗ്രഹിക്കുന്നത് എന്താണ്? അവരുടെ യുക്തിബോധത്തിനും അവരുടെ ശാസ്ത്രബോധത്തിനും അതിന് കിടയൊപ്പിച്ചുകൊണ്ട്, ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തിമുറിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ദഅവത്ത്. അതിന് പരിശുദ്ധമായ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നാൽ, ഖുർആനിനെ ചെത്തിമുറിക്കേണ്ടി വന്നാൽ നിസ്സങ്കോചം അത് ചെയ്യാൻ മടിയില്ലാത്തവർ, സ്വഹീഹായ ഹദീസുകൾ അതിന് തടസ്സമായാൽ അത് വെട്ടിക്കളയാൻ യാതൊരു ലജ്ജയുമില്ലാത്തവർ, ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ
പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തിയ ഒരു മുജാഹിദ് സമ്മേളനത്തിൽ എത്ര പച്ചയായിട്ടാണ് അവർ നിഷേധിച്ചത്. അജ്വ കാരക്കയെക്കുറിച്ച് വന്ന സ്വഹീഹായ ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് അജ്വ എന്ന കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ മഹത്വം. ഇന്ന് ശാസ്ത്രം പോലും അത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സാധുക്കൾ അവർ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലും അവർ പഠിക്കാൻ തയ്യാറായില്ല. ഇവിടെ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്ന് പ്രസംഗിച്ചത് എന്താണ്? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹായ ഹദീസാണ്, അജ്വ കാരക്ക 7 വെറും വയറ്റിൽ കഴിച്ചാൽ അത് സുമ്മിനും സിഹറിനും അതിനെയൊക്കെ തടുക്കുന്ന പ്രതിരോധ മരുന്നാണ്. ഒരു ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ചികിത്സാ സംവിധാനമാണ്, പ്രതിരോധത്തിന്റെ മരുന്നാണ്. ഇവർ പറഞ്ഞത് എന്താ? നമ്മുടെ നാട്ടിലെ വഹാബികൾ അത് ഏതെങ്കിലും ലബോറട്ടറിയിൽ പരിശോധിക്കണം. ഖുർആനിൽ വന്നാലോ സ്വഹീഹായ ഹദീസിൽ വന്നാലോ അവർ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തയ്യാറല്ല. ഏതെങ്കിലും ലബോറട്ടറിയിൽ മെഡിക്കൽ കോളേജിൽ ശാസ്ത്രകാരന്മാർ പഠനം നടത്തി ഗവേഷണം നടത്തി ഇത് മരുന്നാണ് എന്ന് തെളിയിച്ചാലേ ആ ഹദീസ് ഞങ്ങൾ അംഗീകരിക്കൂ. ഈച്ച വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് അംഗീകരിക്കണമെങ്കിൽ ഈച്ചയുടെ ശരീരത്തിൽ എന്തൊക്കെ കെമിക്കലുകളുണ്ട്, ഈച്ചയുടെ ചിറകുകളിൽ എന്തൊക്കെയുണ്ട് എന്ന് ലബോറട്ടറിയിൽ പഠനം നടത്തിയാലേ ഞങ്ങൾ അംഗീകരിക്കൂ. ശാസ്ത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പച്ചയായി പറഞ്ഞയാളുകൾ, ശാസ്ത്രബോധത്തിനും അവരുടെ യുക്തിബോധത്തിനും ഖുർആനും ഹദീസും തടസ്സമായാൽ ഖുർആനിനെയും ഹദീസിനെയും വെട്ടിമാറ്റാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ. എന്താണ് അവരുടെ ഇസ്ലാം? ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ നമുക്ക് പഠിപ്പിച്ച വഴി എന്താണ്? കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച വഴി എന്താണ്? സമസ്ത പഠിപ്പിച്ച വഴി എന്താണ്? പാരമ്പര്യ ഇസ്ലാം ഇവിടെ ദഅവത്ത് നടത്തുക. പാരമ്പര്യ ഇസ്ലാം മഹാന്മാരുടെ ഇസ്ലാമാണ്, സ്വാലിഹീങ്ങളുടെ വഴിയാണ്, ഇത്തിബാഇന്റെ വഴിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വരുമ്പോ മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. യദ്ഹബു സ്വാലിഹൂനൽ അവ്വലു ഫൽ അവ്വൽ. അങ്ങനെയാണല്ലോ ആദ്യ നൂറ്റാണ്ടിലെ മഹാന്മാരായ സ്വഹാബിമാർ. അവരുടെ ആ ആത്മീയ ഔന്നത്യമുള്ളവരല്ല തൊട്ടടുത്ത തലമുറ. താബിയുകൾ അങ്ങനെ തലമുറകളും നൂറ്റാണ്ടുകളും ഒക്കെ മാറി മാറി വരുമ്പോ അങ്ങനെ അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വാലിഹീങ്ങളൊക്കെ കഴിഞ്ഞു പോയി. വയബ്ഖാ ഹുസാലത്തുൻ കഹുസാലത്തി ശഈരി അവി തംർ. നല്ല ഈത്തപ്പഴവും നല്ല ഗോതമ്പുമൊക്കെ ആദ്യം വരുന്ന ആളുകൾ തെരഞ്ഞെടുത്ത അവസാനം ബാക്കിയാകുന്ന ചപ്പ് ചവറുകളെ പോലെ പതിര്, അകക്കാമ്പില്ലാത്തത്, ഉണങ്ങിയത്, ഒന്നിനും പറ്റാത്തത്, ഉൾക്കനമില്ലാത്തത്, അങ്ങനെയുള്ള ആളുകളാണ് അവസാനം ബാക്കിയാവുക. ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ ആരാണ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആരാണ്? നമ്മൾ ആദ്യ കാലഘട്ടക്കാരെ അവർക്ക് പഴവ് പറ്റി, അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ കഴിഞ്ഞുപോയ ഇമാമുകൾക്ക് അബദ്ധം പറ്റി, മുഹദ്ദിസീങ്ങൾക്ക് മുഫസ്സിരീങ്ങൾക്ക് അബദ്ധം പറ്റി, അവർക്ക് പഴച്ചുപോയി. സ്വഹാബത്തിന് പോലും തെറ്റുപറ്റിപ്പോയി, സ്വഹാബത്തിനെ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വാദിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളം, ആ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും, ഭൂമി കീഴ്മേൽ മറിയലുകൾ ഉണ്ടാകും, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും, പേമാരികൾ ഉണ്ടാകും, കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, ചുഴലിക്കാറ്റുകൾ ഉണ്ടാകും. അതിനൊക്കെ കാരണം പറഞ്ഞത് ഈ ഉമ്മത്ത് ചെയ്യുന്ന 15 തിന്മകളാണ്. എന്റെ സമുദായം 15 തിന്മകൾ ചെയ്താൽ ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ. ഏതാണ് ആ 15 കാര്യങ്ങൾ? ഞാനത് വിശദീകരിക്കുകയല്ല. അതിൽ അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ.
ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാര് ആദ്യകാലക്കാര് ലഅനത്ത് ചെയ്യും, ശപിക്കും. ആദ്യകാലക്കാരാരാ? സ്വഹാബിമാർ. അവസാന കാലക്കാർ ഇപ്പൊ നമ്മുടെ ഈ തലമുറയിലെ ആരാണ് സ്വഹാബത്തിനെ തള്ളി പറയുന്നവർ? ആരാണ് സ്വഹാബത്തിനെ ശപിക്കുന്നവർ? സ്വഹാബത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്നവർ? പിന്നെ താബിയുകൾക്കും താബിയുകൾക്കും ഇമാമുകൾക്കും അതിനേക്കാൾ നമ്മൾ പഠനം നടത്തണം. എന്തുകൊണ്ടാണ്, എന്തിനാണ് സമസ്ത രൂപീകരിച്ചത്? എന്ത് കാര്യത്തിനാണ് ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിതം മുഴുവൻ എന്ത് കാര്യത്തിനാണ് നീക്കിവെച്ചത്? ആരാണ് മഹാന്മാരായ മുൻഗാമികളെ തള്ളിപ്പറയുന്നവർ? ഈ കേരളത്തിലെ വഹാബികളല്ലേ? കേരളത്തിലെ മൗദൂദികളല്ലേ? കേരളത്തിലെ പുത്തനാശയക്കാരല്ലേ? അവരെഴുതി വെച്ച നൂറുകണക്കിന് പുസ്തകങ്ങളിൽ സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? അവരുടെ പ്രഭാഷണങ്ങളിൽ ഇപ്പോഴും അവർ തള്ളിപ്പറയുന്നില്ലേ? ഞാനതാ പറഞ്ഞത്, സ്വഹാബത്തിനെ മാത്രമല്ല, മുത്തുനബിയെ തള്ളി. മുത്തുനബിയുടെ സ്വഹിയായ ഹദീസുകൾ ഈ കോഴിക്കോട്ട് വന്ന് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ, അവരുമായി സമരസപ്പെട്ടു പോകാൻ നമുക്ക് സാധ്യമാണോ? നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ശൈഖുനാ ശംസുൽ ഉലമയുടെ ഓരോ വർഷത്തെ ആണ്ടിന് നമ്മളിവിടെ വന്നു പോകുമ്പോ, ശൈഖുനയെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോ, ശൈഖുനയെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോ, നമ്മളിവിടെ നിലനിർത്താൻ ആഗ്രഹിക്കേണ്ട വഴി ശൈഖുനയുടെ വഴിയാണ്. ഇവിടെ വന്ന് നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസലാവാനും, രോഗം മാറാനും, വിസ കിട്ടാനും, ജോലി ശരിയാവാനും, മക്കളെ കെട്ടിക്കാനും, വീടുണ്ടാവാനും മാത്രം ദുആ ചെയ്തു പോയാൽ പോരാ. ശൈഖുനാ ശംസുൽ ഉലമ അവസാന നിമിഷം വരെ എന്തൊരു കാര്യത്തിന് വേണ്ടി നിലക്കൊണ്ടുവോ ആ വഴിയിൽ കലക്ക് വെള്ളം ചേർക്കാതെ, ആ വഴിയിൽ പൊടി പുരളാതെ, ആ വഴിയെ നിർമ്മലമായി പരിശുദ്ധിയോടുകൂടെ സംരക്ഷിച്ചു നിർത്താൻ ശൈഖുനാ ശംസുൽ ഉലമയുടെ അനുയായികൾക്ക് ബാധ്യതയുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ശൈഖുനാ ശംസുൽ ഉലമ മഹാപണ്ഡിതനായിരുന്നു. ഇൽമിന്റെ ആഴം, ഇൽമിന്റെ പരപ്പ്, അതുകൊണ്ടാണ് ശംസുൽ ഉലമ എന്ന പേര് ശൈഖുനാക്ക് വന്നു ചേർന്നത്. മുത്തഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ശൈഖുനയുടെ ഇൽമിന്റെ ആഴം കൂടെ പഠിച്ച ആളുകൾക്കറിയാം. വളരെ ചെറിയ പ്രായത്തിൽ ബാഖിയാത്തിലെ മുദർരിസായി മാറിയപ്പോ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കറിയാം ശൈഖുനയുടെ ഇൽമിന്റെ ആഴം, ഇൽമിന്റെ ബഹറായിരുന്നു. ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും സത്യത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ലോകത്ത് അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ മികച്ചു നിന്ന കാരണം ഏതായിരുന്നു? അവർ വലിയ വലിയ മുദരിസമാരായി എന്ന കാരണത്താലാണോ? പട്ടിക്കാട് ജാമിയയിലും നന്ദിയിലും മഹല്ലുകളിലും ദർസുകൾക്കും അറബി കോളേജുകൾക്കും തദ്രീസിനും നേതൃത്വം നൽകി 10,000-കണക്കിന് ശിഷ്യന്മാരുണ്ടായി. അവരുടെ ശിഷ്യന്മാരുണ്ടായി. ഇൽമു കൊണ്ട്, ദർസ് കൊണ്ട് അറിയപ്പെട്ടതിനേക്കാൾ ഈ രണ്ട് മഹാന്മാരും ആത്മീയത, തസവ്വുഫ്. എന്താണ് തസവ്വുഫ്? തസവ്വുഫിന്റെ ഓരോ ബാബും ഓതുമ്പോ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ഉദാഹരണം പറയാൻ കഴിയും. തസവ്വുഫ് എന്ന് പറഞ്ഞ കാട്ടിക്കൂട്ടലുകളല്ല. സൂഫിസം, ആത്മീയത എന്നത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. തസവ്വുഫിന്റെ ഓരോ കിതാബുകളുണ്ട്. ബാബു സബർ, ബാബു ശുക്ർ, ബാബുൽ വറ, ബാബു തവക്കുൽ. ഓരോ ബാബുകൾ എന്താണ്? സബർ, ക്ഷമ, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, തസവ്വുഫ് കൊണ്ടുണ്ടായിത്തീരേണ്ട ഗുണമാണ്. ശുക്ർ, വറ, തവക്കുല്, ഖനാഅത്ത്. ഓരോ ബാബും മുത്തഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ നമുക്ക് ഉദാഹരണം പറയാൻ കഴിയും. ശംസുൽ ഉലമ ഇങ്ങനെയായിരുന്നു, കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെയായിരുന്നു. സമസ്തയുടെ ഉലമാക്കളുടെ ചരിത്രം അങ്ങനെയാണ്. എന്നാൽ തസവ്വുഫിന്റെ വഴിയിലും ത്വരീഖത്തിന്റെ വഴിയിലും ആത്മീയ വഴിയിലും ഈ രണ്ട് മഹാരഥന്മാരും നമ്മുടെ ഉലമാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ ദുആ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആത്മീയ വഴികളിൽ അവർ ഇജാസത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും
ത്വരീഖത്തിന്റെ മശായിഖന്മാരായിട്ടല്ല ഇവിടെ അറിയപ്പെട്ടത്. അവർക്ക് ത്വരീഖത്തുണ്ടായിരുന്നു, അവർക്ക് തസവുഫ് ഉണ്ടായിരുന്നു, അവർ ദുആ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷെ മറ്റു പല ആലിമീങ്ങളും സാദാത്തുക്കളും ഒക്കെ പ്രസിദ്ധരായതുപോലെ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അങ്ങനെയുള്ള മേഖലകളിലല്ല അവർ ഏറ്റവും കൂടുതൽ പ്രസിദ്ധരായത്, അവരുടെ സമയം ചെലവഴിച്ചത്, അവരുടെ സംഭാവനകൾ അർപ്പിച്ചത്. പിന്നെയോ ആത്മീയ രംഗത്തും ദീനീ രംഗത്തും അങ്ങനെയുള്ള പലതരത്തിലുള്ള വഴികൾ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ വലിയ പ്രഭാഷകനായിരുന്നു. പക്ഷെ ശംസുൽ ഉലമ കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയപ്പെട്ടത് ഒരു വലിയ പ്രഭാഷകൻ എന്നുള്ള നിലയിലാണോ? പ്രഭാഷണത്തിന്റെ ചാതുരി കൊണ്ട് അറിയപ്പെട്ട ഒരു പ്രഭാഷകൻ, അറിയപ്പെട്ട ഒരു വായന, അങ്ങനെയല്ല. ഇന്നും പഴയ കാലഘട്ടത്തിലും ഇൽമു കൊണ്ട് അറിയപ്പെട്ട പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ആത്മീയത കൊണ്ട് അറിയപ്പെട്ടവർ, ദർസി മേഖലയിൽ അറിയപ്പെട്ടവർ, വഅള് കൊണ്ട് അറിയപ്പെട്ടവർ, പ്രഭാഷണം കൊണ്ട് അറിയപ്പെട്ടവർ, എഴുത്തുകാരായി അറിയപ്പെട്ടവർ, ഈ മേഖലയിലൊക്കെ അറിയപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷേ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പ്രസിദ്ധരായതും അവരേറ്റവും ശുഹ്റത്തുള്ളവരായതും അറിയപ്പെട്ടതും അവരുടെ സമയവും അവരുടെ സംഭാവനയും അവരുടെ ഇടപെടലും ഏറ്റവും കൂടുതൽ സമർപ്പിച്ചത് ആദർശ പ്രഭാഷണങ്ങൾക്കും ആദർശ പ്രബോധന മേഖലയിലുമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒരുപാട് സംവാദങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. വഹാബികളോട്, മൗദൂദികളോട് പരസ്യമായി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് സംവാദങ്ങൾ നടത്തി, ഒരുപാട് ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും നടത്തി, മറുപടി പ്രസംഗങ്ങൾ നടത്തി. പല സ്റ്റേജുകളിലും ഘോരഘോരം വിദഗ്ധക്കാരെ വെല്ലുവിളിച്ചു. ഓരോ നാട്ടിലും പോയി അവർക്ക് മറുപടിക്ക് മറുപടി. എഴുത്തിലും പ്രസംഗത്തിലും ഏത് കാര്യത്തിലും ബിദ്അത്തുകാരുമായി ഒരു കോംപ്രമൈസുമില്ലാതെ ആദർശ പോരാട്ടത്തിലാണ് അവരുടെ സമയവും സംഭാവനയും കൂടുതൽ അർപ്പിച്ചത്. ആ മേഖലയിലാണ് അവരറിയപ്പെട്ടത്. നിങ്ങൾ പഠിച്ചു നോക്ക്, ഞാനിത് എന്തെങ്കിലും ആവേശത്തോടെ വിളിച്ചു പറയുന്ന കാര്യങ്ങളല്ല. ആ മഹാന്മാർ അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും അതാണ്. ആ മഹാന്മാർ അതിനു വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, സമസ്തയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഈ മഹാന്മാരുടെ കാലഘട്ടം. ഏറെക്കുറെ ആദ്യത്തെ ഒരു 30 കൊല്ലം, സമസ്തയുടെ ഒരു 30 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ സമസ്തയുടെ മഹാസമ്മേളനങ്ങൾ കഴിഞ്ഞുപോയി. 1-ാം വാർഷികം, 2-ാം വാർഷികം, അങ്ങനെ ഓരോ വാർഷികങ്ങൾ, 3-ാം വാർഷികം. ആ വാർഷിക സമ്മേളനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സ്വാഗത പ്രഭാഷണം മുതൽ നന്ദി പ്രഭാഷണം വരെ ഉദ്ഘാടകനാണെങ്കിലും അധ്യക്ഷനാണെങ്കിലും ഓരോരുത്തർക്കും വിഷയമുണ്ടാകും. എന്താ വിഷയം? ഒരാൾ പറയുന്നത് തവസ്സുൽ, ഒരാൾ പറയുന്നത് ഇസ്തിഗാസ, ഒരാൾ പറയുന്നത് തൗഹീദും ശിർക്കും, ഒരാൾ പറയുന്നത് ഖുത്ബയുടെ ഭാഷ, ഒരാൾ പറയുന്നത് സ്ത്രീ ജുമാ ജമാഅത്ത്. സമസ്തയുടെ മഹാസമ്മേളനങ്ങളിലെ സ്വാഗതം മുതൽ ഓരോ പ്രഭാഷകനും ഇങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളെ അവിടെ ചർച്ചയുണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലും അറിയപ്പെട്ട ഒരുപാട് സംവാദങ്ങളും ഈ ആദർശ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ ഉണ്ടായി. അതിനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. അതാണ് സമസ്തയുടെ ലക്ഷ്യം. പിന്നെ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും കാലം വന്നപ്പോൾ കുറച്ചുകൂടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിർമ്മാണാത്മകമായ ഒരുപാട് പദ്ധതികൾ വന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ രൂപീകരിക്കപ്പെട്ടു. എന്തിനാണ് ജാമിയ വന്നത്? ജാമിയ വന്നത് ശംസുൽ ഉലമയുടെ ആദർശ പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാരെ ഭാവി തലമുറക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവരാൻ. ആ കാലഘട്ടത്തിൽ ജാമിയയുടെ കോഴ്സ്, ഫൈലി ബിരുദം, MFF, മൗലവി ഫാദിൽ ഫൈലി, അത് അഫ്ളലുൽ ഉലമയോട് തുല്യപ്പെടുത്താൻ, ജാമിയക്ക് അംഗീകാരം കൊടുക്കാൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള, സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അന്ന് നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകൾ ശ്രമം നടത്തിയപ്പോൾ ശംസുൽ ഉലമയുടെ ഒറ്റ വാക്ക്, അത് വേണ്ട, ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരായതുകൊണ്ടല്ല. ശംസുൽ ഉലമ ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പക്ഷേ ശംസുൽ ഉലമക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത്, അറബിക് കോളേജുകൾ ഉണ്ടാവേണ്ടത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ ബോധമുള്ള, ആദർശ പ്രതിബദ്ധതയുള്ള
ഖത്തീബുമാരും മുദരിസുമാരും ഖാളിമാരും മുഅല്ലിമീങ്ങളും ദീനീ ദാഴികളും പ്രഭാഷകരും എഴുത്തുകാരും ഉണ്ടാവലാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ ഏറ്റവും വലിയ നേട്ടങ്ങളായി അവതരിപ്പിക്കുന്നത് എന്താണ്? സമസ്തയുടെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ സമസ്തയുടെ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ. ഞാനൊന്നും ചെറുതാക്കുകയല്ല. നമ്മുടെ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ നേട്ടങ്ങളായി ഉണ്ടാവേണ്ടത് ദീൻ പറയാനും ദീൻ പ്രബോധനം നടത്താനും ദീനീ ശരീഅത്ത് ഇവിടെ നിലനിർത്താനും കിതാബുകൾ തിരിയുന്ന ആഴത്തിലുള്ള പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാവലാണ്. അമേരിക്കയിലും ലണ്ടനിലും മറ്റ് പാശ്ചാത്യ രാഷ്ട്രങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഉന്നതമായ തസ്തികകളിൽ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുള്ള പദവികൾ ഉണ്ടാകും. ആ പദവികൾ ഉണ്ടാക്കാനല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ മതസ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ വഴി അതായിരുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരല്ല, ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാവണം. കാരണം പുതിയ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്തണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയണം, ഉറുദു അറിയണം, മറ്റു ഭാഷകൾ അറിയണം, ശാസ്ത്രബോധമുണ്ടാവണം, ശാസ്ത്രീയമായ വിവരമുണ്ടാവണം, അതേപോലെ സാമൂഹ്യ വിവരങ്ങൾ ഉണ്ടാവണം, പത്രപ്രവർത്തനം അറിയണം, സാഹിത്യങ്ങളിൽ ആഴത്തിലുള്ള അറിവുണ്ടാവണം, കമ്പ്യൂട്ടർ ടെക്നോളജി പുതിയ വിവരങ്ങളൊക്കെ അറിയണം. പക്ഷെ ഇതൊക്കെ എന്തിനാവണം? സുന്നത്ത് ജമാഅത്ത് ദഅവത്ത് നടത്താൻ. ഇതെല്ലാം നമ്മുടെ മതകലാലയങ്ങളിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് നൽകുന്ന ദീനീ സ്ഥാപനങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസവും ബഹുഭാഷകളും ഈ ടെക്നോളജിയും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ ആത്മീയതയും ലോകത്തെവിടെയും ദഅവത്ത് നടത്തലായിരിക്കണം. ഫൈലി പണ്ഡിതന്മാര് അഫ്ളലുൽ ഉലമാ കോഴ്സിന് MFF തുല്യമായാൽ അവരവിടെ നിന്ന് വിട്ട് നേരെ അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായാൽ അവരുടെ സമയം ശമ്പളം വാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് ഉപയോഗപ്പെടുത്തപ്പെടുക. ശംസുൽ ഉലമക്കറിയാം. അതുകൊണ്ടാണ് ശൈഖുനാ ശംസുൽ ഉലമ ജാമിയയിലെ അന്നത്തെ ആ ആശയത്തെ അതിൻ്റെ മുളയിലേ നുള്ളിക്കളഞ്ഞത്, അതിനെ വേരോടെ പിഴുതെടുത്ത് മാറ്റിയത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്നും ഒരു സന്ദേഹത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഇന്ന് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഭൗതിക വിദ്യാഭ്യാസം നൽകണം. അത് നിർബന്ധമാണ്. ഔപചാരികമായ വിദ്യാഭ്യാസം ഉണ്ടാവണം. നമ്മുടെ മക്കൾ SSLCയും +2യും ഡിഗ്രിയും PGയും PhDയും എല്ലാം ഉള്ള ആളുകളാവണം, ലോകം തിരിയുന്ന ആളുകളാവണം. പക്ഷേ ഇതെന്തിനാവണം? ഇതെല്ലാം നേടി എവിടെ പോയാലും സുന്നി പറയാൻ, കേവലം പൊതുവായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൊതു ഇസ്ലാം ദഅവത്ത് നടത്താനല്ല, സുന്നി പറയാൻ, സുന്നത്ത് ജമാഅത്ത് പറയാൻ, ആദർശം പറയാൻ, അത് ലോകത്തെവിടെയും പഠിപ്പിച്ചു കൊടുക്കാനായിരിക്കണം നമ്മുടെ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദാഇമാർ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും മക്കളും പേരക്കുട്ടികളും അനുയായികളുമാണെങ്കിൽ പരിശ്രമിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, യുക്തിവാദികൾ നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കോഴിക്കോട്ട് അങ്ങാടിയിൽ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മീറ്റിങ്ങുകൾക്കും മറ്റുമൊക്കെ വരുമ്പോൾ കോഴിക്കോട്ട് അങ്ങാടിയിൽ യുക്തിവാദികളുടെ പ്രഭാഷണങ്ങളൊക്കെ നടക്കാറുണ്ട്. 5 or 6 ആള് മുന്നിലുണ്ടാവും. അവരുടെ യുക്തിരേഖ എന്ന പേരുള്ളൊരു മാസിക ഉണ്ടായിരുന്നു, വരിക്കാരൊന്നുമില്ല. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നപ്പോ ഇതിങ്ങനെ കേൾക്കാൻ ഹരം കൂടി. ഇന്ന് അവരുടെ ഫോളോവേഴ്സ്, യുക്തിവാദികളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അവരുടെ യൂട്യൂബ് ചാനലുകൾ, അവരുടെ ഫേസ്ബുക്ക് സംവിധാനങ്ങൾ, അതിന് ഫോളോവേഴ്സ് ഉണ്ട്, അതിന് സബ്സ്ക്രൈബർമാരുണ്ട്, അതിന് ധാരാളം കേൾവിക്കാരുണ്ട്. കാരണം അത് ഒരു രസാണ്. കുറ്റം പറയൽ വലിയ രസാണല്ലോ. ഇവരെന്ത് യുക്തിയാ പറയുന്നത്? കേരളത്തിലെ ഈ യുക്തിവാദികൾ എന്ന് അറിയപ്പെടുന്ന, കേരളത്തിലെ സ്വതന്ത്രവാദികൾ എന്നറിയപ്പെടുന്ന ഇവർ പറയുന്ന പ്രഭാഷണങ്ങൾ കേട്ടാൽ എന്ത് യുക്തിയാണ് അതിലുള്ളത്? അവരിങ്ങനെ കുറേ വളരെ അശ്ലീലപരമായ, വളരെ മോശമായ രൂപത്തിൽ
എന്തൊക്കെയോ ജൽപ്പനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഏത് കോമാളിത്തരം പറഞ്ഞാൽ ഒരു നിലവാരമില്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവുക. അങ്ങനെയുള്ള എന്താ പുതിയ കാലം നിങ്ങൾക്ക് അറിയാലോ. യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാ? ഒരു നിലവാരമില്ലാതെ. എന്നാ കോമഡിയാണോ? അതുമല്ല. തമാശയാണോ? അതുമല്ല. എന്നാ എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഒന്നുമില്ല. ഒരു നിലവാരമില്ലാത്ത വർത്തമാനവും ഒരു നിലവാരമില്ലാത്ത കോപ്രായങ്ങളും കാണിക്കാൻ കഴിഞ്ഞാൽ അവനാണ് കൂടുതൽ ഫോളോവേഴ്സും ആളുകളും പിൻഗാമികളും മുൻഗാമികളും ഒക്കെ ഉള്ളത്. ഇതല്ലേ ഇന്നത്തെ രീതി? അപ്പൊ ആ കൂട്ടത്തിൽ ഈ ആളുകൾക്ക് അതൊക്കെ കിട്ടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ അയ്യൂബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ യുക്തിവാദത്തിൽ നിന്ന് തിരിച്ചു വന്നു. 15 കൊല്ലം യുക്തിവാദിയായി നടന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി അയാൾ തിരിച്ചു വന്നപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ യുക്തിവാദികൾ, ഈ പറയുന്ന യുക്തിവാദികൾ, അവർ പറയുന്നത് യുക്തിവാദമല്ല, അവർ പറയുന്നത് ബുദ്ധിവാദമല്ല, അവർ പറയുന്നത് ശാസ്ത്രീയ വാദങ്ങളല്ല, അവർ പറയുന്നത് ഒരു നേരത്തെ ഒരു മുൻധാരണയുടെ ഇസ്ലാം വിമർശനം, അത് മാത്രമാണ്. ഇസ്ലാമിനെ വിമർശിക്കുക, മുത്തുനബിയെ ആക്ഷേപിക്കുക, ഖുർആനിനെ പിച്ചിച്ചീന്ത, അള്ളാന്റെ റസൂലിന്റെ വിവാഹ ജീവിതം, മുത്തുനബിയുടെ കുടുംബജീവിതം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസുകൾ, മുത്തുനബിയുടെ സുന്നത്തുകൾ, ഇതിനെ മാന്തി വലിച്ച് കുറെ എന്തൊക്കെയോ പറഞ്ഞ് ആക്ഷേപിച്ച് ഒരു നിലവാരമില്ലാത്ത കുറെ ആരോപണങ്ങൾ എന്നതിനപ്പുറം ഒന്നും പറയുന്നില്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പേര് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാനാ. ഇപ്പൊ ജബ്ബാർ മാഷ് ഈ അയ്യൂബുമായി സംവാദം നടത്തിയ ആളാണ്. ആ സംവാദം കേരളത്തിലെ ജനങ്ങൾ മുഴുവനും വിലയിരുത്തിയതുമാണ്. എന്താണ് ജബ്ബാറിന്റെ വിവരം, വാദം എന്ന് ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ജബ്ബാറാണെങ്കിലും ജബ്ബാറാണെങ്കിലും ജാമിദ ടീച്ചറാണെങ്കിലും നാസർ മാവൂരാനാണെങ്കിലും ആരിഫ് ഹുസൈൻ ആണെങ്കിലും നേരത്തെ ഇങ്ങനെ യുക്തിവാദി ആ കാലഘട്ടത്തിൽ ഈ അയ്യൂബായിരുന്നെങ്കിലും ഇവരെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞതെന്താ? ജാമിദ ടീച്ചർ പറഞ്ഞതും ഈ ജബ്ബാർ പറഞ്ഞതുമായ പ്രസംഗങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയകളിൽ കറങ്ങി നടക്കുന്നതാ. അവർ പറഞ്ഞതെന്താ? ഞങ്ങളൊക്കെ യുക്തിവാദികളാവാൻ കാരണം ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളെ മതം പഠിപ്പിച്ചത് വഹാബി പണ്ഡിതന്മാരായിരുന്നു. ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ വഹാബികളായിരുന്നു, വഹാബി സ്ഥാപനങ്ങളായിരുന്നു ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ. അവര് അവിടെ അവസാനിപ്പിച്ചല്ല, ഈ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ സുന്നി സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ സുന്നികളായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും യുക്തിവാദികളാകുമായിരുന്നില്ല. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേരളക്കരയിൽ, മലയാളക്കരയിൽ ഇസ്ലാം വിമർശനവുമായി ഈ കറങ്ങി നടക്കുന്ന ഇത്തരം യുക്തിവാദികൾ, ആ യുക്തിവാദികളെ സൃഷ്ടിച്ചത് വഹാബിസമാണ്, ആ യുക്തിവാദികളെ സൃഷ്ടിച്ചത് സലഫിസമാണ്. പാരമ്പര്യ ഇസ്ലാം, ഔലിയാക്കളുടെ ഇസ്ലാം, സ്വാലിഹീങ്ങളുടെ ഇസ്ലാം, യാഥാസ്ഥിതികത, പഴഞ്ചൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമസ്തയുടെ വഴി, സുന്നത്ത് ജമാഅത്തിന്റെ വഴി, സുന്നികളുടെ വഴി, ഈ വഴികളിൽ ആത്മീയതയുടെ മധുരം അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും യുക്തിവാദത്തിലേക്ക് കയറിപ്പോകാൻ കഴിയൂല. കാരണം അവർ ഇസ്ലാമിന്റെ യഥാർത്ഥ മധുരം അനുഭവിച്ചവരാ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഈ യുക്തിവാദത്തെയാണ്. ഇത് എൻ്റെ ഭാഷയല്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അയ്യൂബ് പറഞ്ഞത് വലതുപക്ഷ യുക്തിവാദം. വലതുപക്ഷ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം, യുക്തിവാദത്തെ രണ്ടായിട്ടാണ് അയ്യൂബ് അവതരിപ്പിക്കുന്നത്. വലതുപക്ഷ യുക്തിവാദത്തിന്റെ പ്രത്യേകത, അവർക്ക് ഒറ്റ അജണ്ടയുള്ള ഇസ്ലാം വിമർശനം, മുത്തുനബി ആക്ഷേപിക്കാം. ഈ വലതുപക്ഷ യുക്തിവാദികൾ മുസ്ലിം പേരുള്ളവരാണെങ്കിൽ പോലും അവർ സംഘ് പരിവാർ ശക്തികളെ, വലതുപക്ഷത്താണ് സംഘ് പരിവാരം, അവരെ അങ്ങോട്ട് താലോലിക്കുന്നവരാണ്, അവരിങ്ങോട്ടും താലോലിക്കുന്നവരാണ്. ഈ ഫാഷിസത്തിന്റെയും സംഘ് പരിവാർ ശക്തികളുടെയും ഇസ്ലാം വിരോധം പ്രചരിപ്പിക്കുന്ന വേദികളിലൊക്കെ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അവസരം നൽകുകയും ചെയ്യുന്നു. ലോകതലത്തിൽ, ആഗോളതലത്തിൽ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിമർശകർ ഒത്തുകൂടുന്ന പ്ലാറ്റ്ഫോമാണ് വലതുപക്ഷം.
ആ വലതുപക്ഷ യുക്തിവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ആ വലതുപക്ഷ യുക്തിവാദത്തിലേക്കാണ് പലപ്പോഴും മതം പഠിച്ച ആളുകൾ പോലും ചേക്കേറി പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ, SKSSFന്റെ പ്രവർത്തകർ, സമസ്തയുടെ ദാഴികൾ പല ക്യാമ്പയിനുകളൊക്കെ ആചരിക്കുമ്പോൾ മതനിഷേധത്തിനും മതനിരാസത്തിനും യുക്തിവാദത്തിനും വഹാബിസത്തിനും മൗദൂദിസത്തിനും എതിരെ ഉള്ള വളരെ ശക്തമായ ദീനീ ദഅവത്തും ക്യാമ്പയിനുകളും ഒക്കെ നടത്താറുണ്ട്. ഇത് നടത്തുമ്പോൾ നമ്മളൊക്കെ അന്നൊക്കെ പറഞ്ഞ വിഷയമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഈ തരത്തിലുള്ള യുക്തിവാദങ്ങളെയാണ്, അവരെയാണ് പ്രതിരോധിക്കേണ്ടത്. അതിനുള്ള വഴികളാണ് നമ്മൾ തുറക്കേണ്ടത്. പക്ഷെ അപ്പ പിന്നെ മതനിഷേധം മതനിരാസം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, അത് വേറെ വഴിക്കാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ വഴി തിരിച്ചുവിടാൻ ശ്രമിക്കും. അവരുടെ ലക്ഷ്യം വേറെയാണ്, സ്വാർത്ഥ താല്പര്യങ്ങളാണ്. നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതയുടെ അടിത്തറ ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നത്, ബിദ്അത്താണ് ഈ പറഞ്ഞ യുക്തിവാദത്തിലേക്ക് വഴിയൊരുക്കിയത്. പിന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് തീവ്രവാദവും ഭീകരതയുമാണ്. കേരളത്തിലാണെങ്കിലും, ഞാൻ ഏതെങ്കിലും സംഘടനകളെ പേരെടുത്ത് പറയേണ്ടതില്ല, കേരളത്തിൽ ഉണ്ടായ തീവ്രവാദ സംഘടനകൾ, കേരളത്തിൽ വളരാൻ ശ്രമിച്ച ഭീകര സംഘങ്ങൾ, കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ആഗോളതലത്തിലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏതൊക്കെ രാജ്യത്ത് ഭീകര തീവ്രവാദ സംഘങ്ങളുണ്ടോ അവരുടെ മുഴുവനും അടിത്തറ ആശയ സ്രോതസ് വഹാബിസമാണ്, ഇഖ്വാനിസമാണ്, മൗദൂദിസമാണ്. അബുല്ലാല മൗദൂദിയുടെ, സയ്യിദ് ഖുത്ബിന്റെ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ, മുഹമ്മദ് അബ്ദുവിന്റെ, റഷീദ് റിളയുടെ ആശയ സ്രോതസ്സുകളും അവരുടെ ഗ്രന്ഥങ്ങളും മാനിഫെസ്റ്റോകളാക്കി പ്രവർത്തിക്കുന്നവരാണ് സകല ഭീകര തീവ്രവാദ സംഘടനകളും. IS ആണെങ്കിലും ബോക്കോ ഹറാം ആണെങ്കിലും അതേപോലെ ലോകത്തറിയപ്പെട്ട അൽ ഖായിദയാണെങ്കിലും ഏത് ഭീകര സംഘടനകളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. കാശ്മീരിലെ ഭീകര സംഘടനകൾ, പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ, ഓരോ രാജ്യത്തുള്ള സകല തീവ്ര ഭീകര സംഘടനകളുടെയും അവരെ വളർത്തിയത് ബിദ്അത്താണ്. ബിദ്അത്താണ് അടിത്തറ. അതുകൊണ്ട് ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടം യുക്തിവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടം ഭീകരതക്കും തീവ്രവാദത്തിനും എതിരെയുള്ള പോരാട്ടമാണ്. ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടം ഇവിടെ ആത്മീയത നിലനിൽക്കാനുള്ള പോരാട്ടമാണ്. ആത്മീയതയെ തകർക്കാൻ വന്നവർ, ഔലിയാക്കൾ തന്നെ ഇല്ല എന്ന് ആക്ഷേപിക്കുക, തങ്ങന്മാരില്ല എന്ന് പറയാം, ഈ ദീനിന്റെ അടിത്തറ ഇതെല്ലാം നിഷേധിക്കാം. അതല്ല ബിദ്അത്തുകാർ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ബിദ്അത്തുകാരന്റെ ഉള്ളിലും പുറത്തുമുള്ള പ്രചരണങ്ങൾ എന്താ? തങ്ങന്മാര് തന്നെ ഇല്ല എന്ന് പറയാം. എന്നാ എളുപ്പമായല്ലോ കാര്യങ്ങൾ. എന്നാ കൈപിടിച്ച് മുത്താൻ പോകുന്നവര് ഒന്ന് തങ്ങളല്ലേ? കേരളത്തിൽ ഒരുപാട് കബീലകളിലൂടെ തങ്ങന്മാരുണ്ട്. തങ്ങന്മാര് തന്നെ ഇല്ല എന്ന് പറയുന്ന ഈ ബിദ്അത്തുകാരുമായി നമുക്ക് യോജിച്ചു പോകാൻ കഴിയോ? ഇത് ശൈഖുനാ ശംസുൽ ഉലമ പഠിപ്പിച്ച വഴിയാണ്. നമുക്കൊരു പ്രത്യേക വിരോധം ഉണ്ടായത് കൊണ്ടല്ല. കാരണം നമുക്ക് ആത്മീയമായി നിലനിൽക്കാൻ കഴിയണം. ശംസുൽ ഉലമ വഫാത്തായ ആ സന്ദർഭം നമുക്കറിയാം. കണ്ണിയത്ത് ഉസ്താദ് എങ്ങനെയാണ് വഫാത്തായത് നമുക്കറിയാം. അവരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതുപോലെ നമ്മുടെ ഈമാൻ സലാമത്തായി നമുക്കും യാത്ര പറഞ്ഞു പോകാൻ കഴിയണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതൽ നീട്ടിപ്പറയുകയല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാഖവി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ഞങ്ങളുടെയൊക്കെ സ്നേഹനിധിയായ സഹപ്രവർത്തകൻ നൗഷാദ് ബാഖവി നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം പറയട്ടെ. ഇന്ന് പല ആളുകളും പറയാറുണ്ട്, ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം അത് നമ്മൾ വഹാബി മൗദൂദി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവരുടെ തോളത്ത് കൈയിട്ട് നടക്കലാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അങ്ങനെയാണോ? ഇന്ന് ഒക്ടോബർ 7-ാം തീയതിയാണ്.
ഫലസ്തീനിലെ യുദ്ധം തുടങ്ങി 1 വർഷം പൂർത്തിയായ ദിവസം ലോകത്തെമ്പാടും ഈ ഉമ്മത്തിനെ പിച്ചി മാന്തി ചൊറിഞ്ഞ് കുത്തി നോവിച്ച് നശിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായത് അല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അക്കലതു ഇലാ ഖസ്അതിഹാ. ഒരു വട്ടപാത്രത്തിൽ ചുറ്റുഭാഗത്തിരിക്കുന്ന തീറ്റക്കാർ, അതൊരു വാക്കാണ്, ആൾക്കാരെന്നല്ല, തീറ്റക്കാർ ഒരു ഒറ്റ തളിക ഇതിൽ നിന്ന് ഭക്ഷണം മാന്തി വലിച്ച് തിന്ന് നശിപ്പിക്കുന്നത് പോലെ മിൻ കുല്ലി ഉഫുഖിൻ, എല്ലാ ഭാഗത്തുനിന്നും എല്ലാ രാജ്യത്തും എവിടെയും ഈ ഉമ്മത്തിനെയാണ് എല്ലാവരും വേട്ടയാടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഞങ്ങളുടെ എണ്ണത്തിലെ കുറവ് കൊണ്ടാണോ? അല്ല, നിങ്ങൾ അന്ന് ബൽ അൻതും കസീർ, ധാരാളം ഉണ്ടാകും. പിന്നെ എന്താണ് നബിയെ ഈ ഉമ്മത്ത് ഇങ്ങനെ വേട്ടയാടപ്പെടാൻ കാരണം? ഇന്ന് ആ കാലമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞ സകല വേട്ടപ്പട്ടികളും ഈ ഉമ്മത്തിനെ മാന്തി വലിക്കുന്ന കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? എന്താ പ്രശ്ന പരിഹാരം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രശ്നത്തിന്റെ മർമ്മം അൽ വഹൻ. മൽ വഹൻ യാ റസൂലല്ലാഹ്? ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. നമ്മൾ ദുനിയാവിന്റെ ആളുകളായി, ദുനിയാവിനോടുള്ള ഹുബ്ബ്, മരിക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ മരണത്തോടുള്ള വെറുപ്പ്, മരിക്കാൻ നമ്മൾ തയ്യാറല്ല, മരണത്തിനുള്ള ഒരുക്കങ്ങളില്ല, നമുക്ക് ആത്മീയതല്ല, നമുക്ക് ദീനില്ല, ഖബർ ജീവിതം, പരലോകം നമ്മുടെ അജണ്ടയിലില്ല. നമ്മുടെ അജണ്ടയിൽ ദുനിയാവാണ്. ദുനിയാവിൽ വിദ്യാഭ്യാസം വേണം, ദുനിയാവിൽ പദവികൾ വേണം, ദുനിയാവിൽ പണം വേണം, കൊട്ടാരങ്ങൾ വേണം, ദുനിയാവിൽ അധികാരം വേണം, സ്ഥാനമാനം വേണം, ദുനിയാവ് മതി. അതിന് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ഖുർആനിലെ ആയത്ത് പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ, ദുനിയാവല്ലേ ആദ്യം വേണ്ടത്, ആഖിറം പിന്നെ മതി, സമസ്ത പിന്നെ മതി. ഇവിടെ ദുനിയാവിനുള്ള വഴികളാ വേണ്ടത്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. ദുനിയാവിലെ ഹസനത്ത് അൽ ഇൽമു വൽ ഇബാദ, ഇൽമും ഇബാദത്തുമാണ്, അതിന് സമസ്ത വേണം. ആഖിറത്തിലെ ഹസനത്ത് സ്വർഗമാണ്, അതിനും സമസ്ത വേണം. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് സമസ്തയെ ശംസുൽ ഉലമയുടെ വഴിയെ 2ാം സ്ഥാനത്തേക്ക് നിർത്തണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞത്, എല്ലാ വേട്ടപ്പട്ടികളും ഈ ഉമ്മത്തിനെ ആക്രമിക്കുമ്പോ നിങ്ങൾ 73 വിഭാഗം ഉണ്ടാവും അന്ന്. അത് റസൂലുള്ള പറഞ്ഞതാണല്ലോ. നിങ്ങൾ എല്ലാവരും കൂടെ ഐക്യസമ്മേളനം നടത്തിക്കോളി എന്നാ പ്രശ്നം തീർന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. ബിദ്അത്തുകാരും യുക്തിവാദികളും തീവ്രവാദികളും ഭീകരവാദികളും എല്ലാ സംഘടനക്കാരും ഒന്നിച്ച് നിൽക്കലാണ് ഈ ഉമ്മത്ത് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. മുത്തനബി പറഞ്ഞത്, നിങ്ങൾ ആത്മീയതയിലേക്ക് മടങ്ങണം, മഹാന്മാരുടെ വഴിയിലേക്ക് മടങ്ങണം, പരലോക ചിന്തയിലേക്ക് മടങ്ങണം, നിങ്ങൾ ദുനിയാവിനെ വലിച്ചെറിയണം, ആത്മീയതയിലേക്ക് വരണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വഴിയാ. ഖുർആൻ പറഞ്ഞു, വഅതസിമു ബിഹബലില്ലാഹി ജമീഅ വലാ തഫറഖു. ഇതും ചില ആളുകൾ ഐക്യപ്പെടാൻ വേണ്ടി ഉദ്ധരിക്കും. ഐക്യത്തിനെതിരായത് കൊണ്ടല്ല. ഈ ആയത്തിനർത്ഥം ആ ഐക്യമല്ല. ഈ ആയത്തിനർത്ഥം എല്ലാവരും സുന്നികളാവണം എന്നാണ്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. അള്ളാന്റെ വഴി മഹാന്മാരുടെ വഴിയാണ്. ആ വഴി നിങ്ങൾ എല്ലാവരും ആ വഴിയിൽ വന്ന് മുറുകെ പിടിക്കണം. ആ വഴി വിട്ട് വേറെ പോകരുത് എന്ന്. അല്ലാതെ നിങ്ങൾ കുറേ വേറെ പോയിക്കോളി, എന്നിട്ട് ഇങ്ങനെ ഇടക്കങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് നിന്നാൽ മതി, അതല്ല. നിങ്ങളെല്ലാവരും സുന്നികളാവണം, സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകളാവണം, ഹബലുള്ളയുടെ ആളുകളാവണം. ഇതാണ് ഖുർആൻ പറഞ്ഞ വഴി, ഇതാണ് മുത്തനബി പറഞ്ഞ വഴി. നമുക്ക് ധൈര്യത്തോടുകൂടെ പറയാം, ഇത്തരത്തിലുള്ള ബിദ്ഈ കക്ഷികൾ മുഴുവനും റസൂലുള്ള പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ. നമ്മൾ സ്വർഗത്തിലേക്ക് കൂട്ടിയാ കൂടൂല, അവരൊക്കെ നരകത്തിലാണ്. ഇങ്ങനെ ഈ ഉമ്മത്തിൽ അനൈക്യമുണ്ടാക്കിയ ബിദ്അത്തിന്റെ കക്ഷികൾ 72 വിഭാഗവും അവർ നരകത്തിലാണെന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചതാണ്. പിന്നെ നമ്മൾ അവരെ സ്വർഗത്തിന്റെ ആളുകളാക്കിയ കൂട്ടിയ കൂടോ? അവര് നരകത്തിലെ റസൂലുള്ളയെ പറഞ്ഞത്, നമുക്കും ധൈര്യമായി പറഞ്ഞൂടെ? സ്വർഗത്തിലേക്കുള്ള വഴി മഹാന്മാരുടെ വഴി, സുന്നത്ത് ജമാഅത്തിന്റെ വഴി. ആ വഴി നിലനിർത്താനാണ് സമസ്ത പരിശ്രമിക്കുന്നത്. അതിനാണ് ശൈഖുനാ ശംസുൽ ഉലമ ഈ വഴി നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആവേശത്തോടെ ആർജവത്തോടെ ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിന് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ശംസുൽ ഉലമയുടെ വഴി, കണ്ണിയത്ത് ഉസ്താദിന്റെ വഴി, വരക്കൽ തങ്ങളുപ്പാപ്പയുടെ വഴി. അവരുടെ ആ വഴി, അവര് എന്തൊരു ലക്ഷ്യത്തോടു കൂടെയാണോ സമസ്ത ഇവിടെ സ്ഥാപിച്ചത്,
ആ ലക്ഷ്യത്തോടുകൂടെ തന്നെ കൃത്യമായി നിലനിർത്തി അടുത്ത തലമുറയിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോൾ പൊതുവായ വിഷയങ്ങളിൽ ശംസുൽ ഉലമയുടെ വഴിയാണ്. അത് ആവശ്യമായ ഘട്ടങ്ങളിൽ നമ്മൾ ഇന്ത്യ രാജ്യത്താണ്, നമ്മൾ പുതിയ ലോകത്താണ്. അതിൻ്റെ നീക്കുപോക്കുകളും ഒന്നിച്ചിരിക്കലും കോർഡിനേഷനുകളൊക്കെ ആവശ്യമായി വരാം. അതിനൊന്നും സമസ്ത എതിരുമല്ല. 1985 കാലഘട്ടങ്ങളിലെ ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ശംസുൽ ഉലമ വരിച്ചു കാണിച്ചു തന്ന ഒരു റൂട്ടുണ്ട്, ബിദ്അത്തുകാരുമായിട്ടുള്ള സമീപനം. അത് ഇന്ന് സയ്യിദുൽ ഉലമയും ശൈഖുൽ ജാമിയയും നമ്മുടെ നേതാക്കളൊക്കെ ശൈഖുന MT ഉസ്താദും കൊയ്യോട് ഉസ്താദും അവര് നേതൃത്വം നൽകുന്ന സമസ്ത അത് കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. നമ്മുടെ കേന്ദ്ര മുശാവറ അംഗം ബഹുമാനപ്പെട്ട ഉസ്താദ് ഒളവണ്ണ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ, സമസ്തയുടെ മുശാവറ അംഗങ്ങൾ, അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഒളവണ്ണ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും. നൗഷാദ് വാക്കവി എത്തിച്ചേർന്ന ഒരല്പം വൈകിപ്പോയതിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.